എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ടാരോന് തരാനുള്ള ഗൈഡൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. മൂന്ന് കാർഡുകൾ എടുക്കുന്നുണ്ട്. ടാരോ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പങ്കാളി കുറച്ചൊക്കെ പിടിവാശിയുള്ളൊരു കൂട്ടത്തിലാണ് എന്നാണ് കാണുന്നത്. ഒരിക്കലും ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് പോലെ തന്നെ നിങ്ങൾ തിരിച്ചും പെരുമാറാതിരിക്കുക. സ്നേഹവും കരുതലും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സ്നേഹത്തോടു കൂടി, അതിലേറെ സഹാനുഭൂതിയോടുകൂടി അവരോട് പെരുമാറുക. കാരണം അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരുടെ പെരുമാറ്റം പലപ്പോഴും ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ, അതായത് ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ നന്നായി സ്വാധീനിക്കാൻ കഴിയും. രണ്ടാമതായി കിട്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിൽ നിന്ന് അവരത് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. അധികം പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിലും അവരത് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അവരുടെ ചെറിയ ചെറിയ പിടിവാശികളൊക്കെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് നന്നായി സ്നേഹം കൊടുക്കുക. ഇനി മൂന്നാമതായി കിട്ടിയിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ ഉന്മേഷമൊക്കെ ഉണ്ട്, എന്നാൽ അതിന് വേണ്ടത്ര ആഴമുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ബന്ധമാണെങ്കിലും അതിനൊരു സ്ഥിരത വന്നിട്ടില്ല എന്നാണ് കാണുന്നത്. സ്ഥിരത വരാനായിട്ട് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച അത്യാവശ്യമാണ്. അപ്പോൾ പ്രിയരെ, നിങ്ങൾക്കറിയാലോ, ബന്ധങ്ങൾ ദീർഘകാലം സന്തോഷത്തോടെ നിലനിൽക്കാനായി വിട്ടുവീഴ്ചയും പരസ്പര സ്നേഹവും അത്യാവശ്യമാണ്. പങ്കാളിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് നമുക്ക് കഴിയേണ്ടത്. അവിടെയാണ് ഏതൊരു ബന്ധത്തിന്റെയും വിജയം. ടാരോ നൽകുന്ന ഗൈഡൻസും ഇതുതന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് പവർ ഉപയോഗിക്കുക, പങ്കാളിയെ നന്നായി സ്നേഹിക്കുക, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക. നിങ്ങളുടെ ബന്ധത്തിൽ എന്നും സ്നേഹവും പുതുമയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.